പ്രവാസലോകത്തെ വാർത്തകൾ. യുകെയിൽ വോട്ടിംഗ് പ്രായം 16 നീക്കം. ജനാധിപത്യത്തിൽ യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 18 വയസ്സുള്ളവർക്കാണ് വോട്ടവകാശം ഉള്ളത്. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിംഗ് പ്രായം 16 കുറയ്ക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി. യുകെയിലുടനീളമുള്ള വോട്ടവകാശങ്ങളെ സ്കോട്ട്ലാൻഡുമായും വെയിൽസുമായും യോജിപ്പിക്കും. നിലവിൽ സ്കോട്ട്ലാൻഡിലെയും വെയിൽസിലെയും 16ഉം 17ഉം വയസ്സ് പ്രായമുള്ളവർക്ക് വോട്ടവകാശമുണ്ട്. എന്നാൽ ഇംഗ്ലണ്ട്, വടക്കൻ അയർലൻഡ്, യുകെയിലുടനീളമുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പ്രായം 18 ആണ്. 1969 യുകെയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറയ്ക്കുകയായിരുന്നു. രാജ്യത്തെ പോളിംഗ് ശതമാനം കുറയുന്നത് വോട്ടിംഗ് പ്രായത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. 2001 ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം കുറയുന്നതായി കണ്ടെത്തിയിരുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 59.7% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2001 ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നിരക്കാണിതെന്ന് പാർലമെന്ററി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പ്രായം കുറയ്ക്കുമെന്ന് ലേബർ പാർട്ടി മുൻപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യയുമായുള്ള യുദ്ധത്തിൽ വിദേശ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കാമെന്ന് ഉക്രൈൻ. ടെസ്റ്റ് ഇൻ ഉക്രൈൻ പദ്ധതിയുടെ ഭാഗമായി കമ്പനികൾക്ക് ആയുധ പരീക്ഷണം നടത്താമെന്നാണ് വാഗ്ദാനം. ആയുധ നിക്ഷേപ സംഭരണ ഗ്രൂപ്പായ ബ്രേവ്-1 ആണ് ഇക്കാര്യം അറിയിച്ചത്. ഉക്രൈൻ സർക്കാരിന്റെ പിന്തുണയുള്ള ആയുധ നിക്ഷേപ സംഭരണ ഗ്രൂപ്പാണ് ബ്രേവ്-1. ടെസ്റ്റ് ഇൻ യുക്രൈൻ പദ്ധതിയുടെ ഭാഗമായി കമ്പനികൾക്ക് ആയുധ പരീക്ഷണം നടത്താമെന്നാണ് വാഗ്ദാനം. കമ്പനികൾക്ക് അവരുടെ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് അയക്കാമെന്നും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഓൺലൈൻ പരിശീലനം നൽകാമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈൻ സൈന്യം അവ പരീക്ഷിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും അതിനുശേഷം റിപ്പോർട്ടുകൾ അയക്കാമെന്നുമാണ് ബ്രേവ്-1 അറിയിച്ചിരിക്കുന്നത്. ഒപ്പുവെച്ച ആയുധ കമ്പനികളുടെ പേരോ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്നോ എന്ത് ചെലവ് വരുമെന്നോ വിശദമായി പറയാൻ കമ്പനി തയ്യാറായിട്ടില്ല. ഉക്രൈൻ പ്രതിരോധ കമ്പനികൾക്ക് നിക്ഷേപം തേടാനും ഉക്രൈൻ സൈനിക യൂണിറ്റുകൾക്ക് അവർക്ക് ആവശ്യമുള്ള ലിസ്റ്റ് ചെയ്ത ആയുധങ്ങൾ ഓർഡർ ചെയ്യാനും കഴിയുന്ന ഒരു ഓൺലൈൻ ഹബ്ബ് എന്ന നിലയിലാണ് 2023 ഉക്രൈൻ സർക്കാർ ബ്രേവ്-1 സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്രക്കാരുടെ വളർച്ച നേടി ഷാർജ വിമാനത്താവളം. ഇതുവരെ യാത്ര ചെയ്തത് 91.1 ലക്ഷം യാത്രക്കാർ. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ 10% വളർച്ച നേടി. ഇതുവരെ യാത്ര ചെയ്തത് 91,10,000 പേരാണ്. വിമാന സർവീസുകളിലും 4.3% വളർച്ചയുണ്ടായി. 54,953 സർവീസുകളാണ് ഇതുവരെ പൂർത്തിയാക്കിയത്. അതേസമയം ചരക്ക് നീക്കത്തിൽ 6.36% വളർച്ചയുണ്ടായി. 1.02 ലക്ഷം ടൺ ചരക്കാണ് 6 മാസത്തിനിടെ കൈകാര്യം ചെയ്തത്. വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി തുടർച്ചയായി നടത്തിയ നിക്ഷേപങ്ങളുടെ ഫലമാണ് ഈ വളർച്ച. 2027 ആകുമ്പോഴേക്കും വർഷം 2.5 കോടി യാത്രക്കാരെ ഷാർജ വിമാനത്താവളം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. അബുദാബി ആഡിസ് അബാബ സർവീസുമായി എത്യോപ്യൻ എയർലൈൻസ്. എത്യോപ്യയിലെ ആഡിസ് അബാബിലേക്ക് അബുദാബിയിൽ നിന്നും സർവീസ് ആരംഭിച്ചു. ഇനിയും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് എത്യോപ്യൻ എയർലൈൻസ് അറിയിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം, വിനോദസഞ്ചാരം, നിക്ഷേപം എന്നീ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ തുറക്കാൻ ഈ സർവീസ് വഴി സാധിക്കും. ആഫ്രിക്ക കൂടുതൽ അവസരങ്ങളാണ് രാജ്യത്തിന് നൽകുന്നതെന്ന് എത്യോപ്യൻ എയർലൈൻസ് CEO മെസഫിൻ തസേവ് പറഞ്ഞു. നിരവധി പേരാണ് അബുദാബിയിൽ നിന്നും വ്യാപാരത്തിനായി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. അവർക്ക് പുതിയ സർവീസ് കൂടുതൽ ഉപകാരപ്രദവുമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.